സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. മലാക്കി പ്രവചനം 3-ാം അധ്യായം 6-ാം വാക്യം. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട മലാക്കി പ്രവചനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈ മുഴുപ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം അരുളി ചെയ്യുകയാണ്, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. പലപ്പോഴും നാം അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, വർധനവ് പ്രാപിക്കുമ്പോൾ, ആത്മീകവും ഭൗതികവുമായ നന്മകൾ പ്രാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു ചിന്ത വരാറുണ്ട്. ഞാൻ ദൈവവിശ്വാസിയായി ജീവിച്ചത് കൊണ്ടാണ്, അഥവാ എൻ്റെ ഭക്തി കൊണ്ടാണ്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്, എൻ്റെ കഴിവുകൾ കൊണ്ടാണ്, എൻ്റെ താലന്തുകൾ കൊണ്ടാണ്, എൻ്റെ നീതിപ്രവൃത്തികൾ കൊണ്ടാണ് എനിക്ക് ഇന്ന് ഉള്ള നന്മകളെല്ലാം ലഭിച്ചിരിക്കുന്നതെന്ന്. ആ ഒരു ധാരണ ശരിയല്ല. കാരണം ഞാനും നിങ്ങളും ഒരു നിമിഷം കൊണ്ട് വീഴുവാൻ സാധ്യതയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് നാം വീഴാം. എന്നാൽ നമ്മെ അപ്രകാരം വീഴാതെ താങ്ങുന്നത് യഹോവയായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, കർത്താവായ യേശുവാണ്, അഥവാ ദൈവപുത്രനാണ്. ആ ദൈവത്തിൻ്റെ സഹായം നമുക്കില്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നാം വീഴുവാൻ ഇടയാകും, അഥവാ നാം നശിച്ചു പോകുവാൻ ഇടയാകും. ഇവിടെ അതിന് പറഞ്ഞിരിക്കുന്ന പദം മുടിഞ്ഞു പോവുക എന്നുള്ളതാണ്. എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യപ്പെടുക എന്നുള്ള അർത്ഥമാണ് ആ പദത്തിനുള്ളത്. മുടിഞ്ഞു പോവുക എന്നുള്ള പദത്തിന് എന്നേക്കുമായി ഇല്ലാതെയാവുക. അതെ പ്രിയമുള്ളവരെ, നാം നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടുമല്ല, നമ്മുടെ ജ്ഞാനം കൊണ്ടുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ സമ്പത്തിൻ്റെ അഥവാ നമ്മുടെ താലന്തുകളുടെ കഴിവുകളുടെ എണ്ണം അടിസ്ഥാനത്തിലല്ല നാം ഈ അന്ത്യകാലത്ത് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇന്നനുഭവിക്കുന്ന നന്മകൾ നാം പ്രാപിക്കുന്നതും. പ്രത്യുത യഹോവയായ ദൈവം മാറ്റമില്ലാത്തവൻ ആകയാലാണ്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് ഓരോ ഭക്തനോടുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ചെയ്തവൻ ആ വാഗ്ദാനം പാലിക്കുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നാം വീണാലും അവിടുന്ന് നമ്മെ കരങ്ങളിൽ വഹിക്കുക അത്രേ ചെയ്യുന്നത്. നമ്മുടെ നോട്ടത്തിൽ നാം വീഴും, നമ്മുടെ വാക്കിൽ നാം വീഴും, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ഹൃദയ നിരൂപണങ്ങളിലൊക്കെ നാം വീഴും. അതുകൊണ്ടാണ് അല്പം മുമ്പ് പറയുവാനിടയായത്, ഒരു നിമിഷം മതി നാം വീഴുവാൻ. അതേ, ഒരു ആയുസ് മുഴുവൻ ഒരു പോരാട്ടത്തിലൂടെയാണ് ഒരു ജീവിതം നിലനിൽക്കുന്നത്. വീണ്ടും പറയട്ടെ, നിലനിൽക്കുവാൻ ഒരായുസിൻ്റെ പോരാട്ടം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ വീഴുവാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് നാം നിലനിൽക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ ജ്ഞാനത്തിൻ്റെ, നമ്മുടെ കഴിവുകളുടെ, അഥവാ നമ്മുടെ എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ അല്ല, പ്രത്യുത ദൈവത്തിൻ്റെ കരത്തിൽ ദൈവം നമ്മെ വഹിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ കർത്താവ് അതാണ് പറയുന്നത്. നാം ആ കരങ്ങളിൽ അമർന്നിരുന്നാൽ അതെ, അവിടുന്ന് നമ്മെ തക്ക സമയത്ത് വീണ്ടും 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 ഉയർത്തുവാൻ ഇടയാവും. നമ്മെ ഉയർത്തുവാൻ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരുന്ന് ഉയർച്ച പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
ഇന്ന് തിരുവചനം കേട്ട എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.